ചെയ്യുമ്പോ ഈ സിനിമയിൽ ഏതായിരുന്നു? ഭക്ഷണം നേരത്തെ എപ്പോഴും പറയുന്നുണ്ടോ? ഭക്ഷണവും മറ്റേ തമർത്തിയും ഉണ്ടല്ലോ. അത് ഞാൻ ഗൾഫിൽ കുറെ കാലമായിട്ട് ചെയ്യുന്നു. പിന്നെ ഒരു പർട്ടിക്കുലർ പീരീഡില് ഞാൻ അവിടെ പോയിട്ട് ഈ ഡെലിവറി ജോലി ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ബൈക്കിൽ പോവുകയും അപ്പൊ അതില് ആസിക്ക നമുക്കറിയാം ബൈക്കിൽ പോകുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും നമ്മൾ ആ സോങ്ങിനെ ഹോട്ട് സോങ് ആണ്, അത് പ്രതീക്ഷയാണ്. കാരണം ഗൾഫ് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. വളരെ ബേസിക്കിന്ന് നമ്മളിപ്പോ വിസിറ്റിൽ പോയാൽ പോലും ചിലപ്പോൾ അത് സ്വപ്നം വിളയുന്ന മണ്ണ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര ചേഞ്ച് കൊണ്ടുവരും. അപ്പൊ അതുപോലെ ഈ ഡെലിവറി ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് കണ്ടാൽ അറിയാലൊരു ഇവൻ അത് ഭയങ്കര ടഫായിട്ട് വരും. ചില സമയത്ത് ചൂടത്തൊക്കെ ഡെലിവറി ചെയ്യാന്നുള്ളതൊക്കെ ഇച്ചിരി പാടുള്ള കാര്യം. പക്ഷെ എന്നാലും മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവും. അതായത് നാളെ ഞാൻ നന്നാവും എന്ന് കരുതി. അപ്പൊ ആ ഡെലിവറി പരിപാടിയാണ് ഞാൻ എന്റെ ലൈഫിൽ. പിന്നെ ബാക്കിയുള്ള കുറെ ഇൻസിഡൻസ് കേട്ടതും അല്ലെങ്കിൽ അറിഞ്ഞതുമായിട്ടുള്ള അവിടെയുള്ള ജീവിതങ്ങളൊക്കെ തന്നെയാണ്. അത് എല്ലാം ഡയറക്റ്റ് എക്സ്പീരിയൻസ് അല്ലാന്ന് മാത്രം. ഈ ആസിഫിന് ഈ സിനിമ കണ്ടതിന് ശേഷം പിന്നെ ഷൂട്ടിംഗ് സമയത്തും ഒരു കണ്ടു നിറഞ്ഞൊരു സിറ്റുവേഷൻ ആണ്. സിനിമ കണ്ടിട്ട് കണ്ടു നിറയുന്നത് നമ്മൾ കണ്ടിരുന്നു. മോനെ ചേർത്ത് പിടിക്കും, വൈഫിന്റെ കണ്ടു നിറഞ്ഞു. ഷൂട്ടിംഗ് സമയത്ത് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായ സീൻ അതായിരിക്കും. ഷൂട്ടിംഗ് സമയത്ത് എനിക്ക് തോന്നുന്നു ആ ഉമ്മയെ പറ്റി പറയുന്ന സീനാണ് നമ്മള്. ഞാൻ എപ്പോഴും എന്റെ സംവിധായകരോട് പറയും, എനിക്ക് ഏതെങ്കിലും സീൻ എടുക്കാൻ പോകുന്നതിന് മുന്നേ എന്നെ പേടിപ്പിക്കരുതെന്ന് പറയും. അപ്പൊ നമ്മൾ ഈ സീക്വൻസ് എടുക്കുന്നതിന്റെ തലേന്ന് വന്നിട്ട് നമ്മൾ അധികം നാളെ കണ്ടോ മറ്റേ സീൻ എടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതുവരെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഒന്ന് പേടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ എടുക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ എന്നിട്ട് അവിടെ പോയി അത് ഒരു ഈവനിങ് ലൈറ്റിലാണ് ആ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് നമ്മള് യൂഷ്വലി സീൻസ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ട്രാവൽ ചെയ്ത് പോകണം. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാനൊന്ന് പാനിക്കായി പാനിക്കായിട്ട് ഞങ്ങൾ അന്ന് ആ സീൻ ഷൂട്ട് ചെയ്യാതെ തിരിച്ചു വന്നു. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് അപ്പൊ എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. താമറിന് ആ സീൻ ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു. എവിടെയോ ഭയങ്കര കണക്ഷൻ താമറിനുണ്ടായിരുന്നു. ഇതിന്റെ ഫസ്റ്റ് നരേഷൻ മുതലുണ്ട്. അപ്പൊ അതിനൊരു സ്പെഷ്യൽ ആയിരിക്കണം. അത് ആ സിനിമയിലും ആ സ്ക്രീൻ പ്ലേയിലും ആ പോർഷൻ ഒരു ഇച്ചിരി ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ബേസിക്കലി ആമിറിന്റെ ക്യാരക്ടർ രജിസ്റ്റർ ആവുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുത്തിരുന്നു. അത് ചെയ്തതും വളരെ ജെനുവിൻ ആയിട്ട് തന്നെയായിരുന്നു. അപ്പൊ അത് പെർഫോം ചെയ്യുന്ന സമയത്ത് കണ്ണു നിറഞ്ഞിട്ടുണ്ട്. സ്വാധീനം കണ്ടു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഫീഡ്ബാക്ക് അതായിരുന്നു. നമ്മളൊരു ആക്ടറിന്റെ കൂടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും കിട്ടണം എന്നുള്ളത്. നമ്മൾ റിഹേഴ്സൽ ചെയ്തതും പ്ലാൻ ചെയ്തതിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിരുന്നു. ടേക്കിന്റെ ടൈമിലും ഉണ്ടായിരുന്ന പെർഫോമൻസും അതിന് കിട്ടിയ റിയാക്ഷനും. സ്വാതി ഒരു മിനിറ്റ് എന്നെ തന്നെ നോക്കി നിന്നു. അപ്പൊ അത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നു. അതാണ് ആ സീൻ ശരിക്കും അത്രയും ഭംഗിയായത്. നിലവിൽ